ഉണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അറിയങ്ങൾക്ക് എന്റെ നൂറെ ഹബീന്റെ മുത്തുമണികൾക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ല. ഉഹുദ് മലയാണത്, ഉഹുദാണത്. കാണുന്ന മല ഉണ്ടോ? അതാണ് ഉഹുദ്. ഉഹുദ് നാളെ സ്വർഗത്തിന്റെ കവാടത്തിലുണ്ടാകുമെന്ന് ലോകത്തിന്റെ നായകൻ പോണ ചരിത്രങ്ങൾ കേട്ടിട്ടില്ല? ചരിത്രം. നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അള്ളാന്റെ റസൂല് ഒരു ഗുഹയിൽ താമസിച്ചിരുന്നു അല്ലേ? ഒരു ഗുഹ നിങ്ങൾ കണ്ടിക്കണം? നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല അല്ലെ? ശത്രുക്കൾ വളഞ്ഞപ്പോഴല്ലേ അല്ലേ? ഒരു ഗുഹയില് യുദ്ധം നടക്കുമ്പോ അള്ളാന്റെ റസൂൽ അവിടെ യുദ്ധം നടക്കുമ്പോ ആ ഗുഹയിൽ കൊണ്ട് റസൂലിനെ എത്തി. ആ ഗുഹ കാണാനാണ് അതിന്റെ ഉള്ളിൽ കസ്തൂരിയുടെ മണം ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ എന്നോട് എപ്പോഴും പറയും, അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വന്നിട്ട് എന്റെ കൂടെ പറപ്പിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇതൊക്കെ ഉഹദിന്റെ ഒരു ഭാഗമാണ് അല്ലേ? ഇതൊക്കെ ഒരു ഉഹദ് മലന്റെ ഒരു ഭാഗം. ഉഹദ് വലിയ മലയെന്ന് പറഞ്ഞു. ഉഹദ് നാളെ സ്വർഗത്തിലുണ്ടാവും. അള്ളാഹുവിന്റെ റസൂല് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് റാഹത്തല്ലേ? നിങ്ങൾക്ക് സന്തോഷല്ലേ? അല്ല, നിങ്ങളെ ഈ സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് കിട്ടാൻ കാരണം നിങ്ങളാണ്. അള്ളാന്റെ റസൂലിന് നിങ്ങൾ ഇഷ്ടാട്ടോ. നമ്മള് തിരക്ക ലഹുദമല ദൂതിന്റെ ഒരു ഭാഗമാണ്. ആ അവിടെ ഇറങ്ങണേ. നല്ല തിരക്കാണ് അല്ലേ? അല്ലാഹുവേ, നമ്മള് ഒരു മിനിറ്റ് ഇങ്ങനെ പിടിച്ചു അങ്ങോട്ട് കാണിച്ചു. ഉഹുദുമലന്റെ ഉഹുദുമലയാണത്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഉഹുദുമലയിൽ. ഉഹുദ് മലയാണ്, ഉഹുദ് മല. ഇൻഷാ അല്ലാഹ് നമ്മള് പോകുന്നത് എവിടേക്കറിയോ? നല്ല തിരക്കാണ്. ഉണ്ടോ? അതിൻ്റെ ഉള്ളിലാ? നല്ല തിരക്കാണ്. ഉഹുദ് മലയാണ്. ഇതിൻ്റെ ഉള്ളിലാ? അതിൻ്റെ ഉള്ളിലൊരു ഗുഹയാണ്. ശരി, അതിൻ്റെ ഉള്ളില് പോകാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളില് കാരണം വരിക്കും കിടക്കാം. ഉള്ളിലേക്ക് രണ്ടാൾക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തരെങ്ങനെ കാത്തിരുന്നത്. ഇത് ഉഹുദ് മല. ഇതിൻ്റെ ഉള്ളിലാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി ഇതിൻ്റെ ആ ഗുഹയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഗുഹന്റെ ഉള്ളിലാണ്. കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല കസ്തൂരിന്റെ മണാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ തണൽ അല്ലാഹു നമുക്ക് നൽകട്ടെ കേട്ടോ. അതിന്റെ ഉള്ളിൽ അപ്പൊ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ അല്ലേ ഒന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഒന്ന് കാണിച്ചു. അതിനുള്ളിലേ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല മണാണ്. കുറെ പെണ്ണുങ്ങളെ നല്ല
അത് കണ്ടങ്ങൾ ആ ഗുഹന്റെ ഉള്ളിലാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുടിനിർത്തിയത്. കുറെ സ്ത്രീകൾ കാണാണ്ട്, അതുകൊണ്ട് നമ്മൾ വിട്ട് നിൽക്കുക. നല്ല മണമുണ്ട്, നല്ല സ്മെല്ലുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല തിരക്കാണ്, നിങ്ങൾ കണ്ടില്ലേ? നല്ല തിരക്കാണ്. അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഗുഹ അവിടെ ഹബീബിൻ ആ ഗുഹയില് റസൂൽ ഇരുന്നു കേട്ടോ. അത് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തന്നു. നിങ്ങൾ ഇല്ല ഇല്ല, ഇവിടെ കുറച്ച് സമയം നിൽക്കുകയാണെങ്കിൽ അതിനുള്ളിൽ കാണിച്ചു തരാം. നൗഫലേ, അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്വലാത്ത് നമുക്കൊരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലല്ലേ? എന്നാ ഒന്നിൻ്റെ ഉള്ളിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്കതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറാം. സ്ത്രീകളാണ്. അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഒരുപാട് പാകിസ്ഥാനിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങള് ഒരുപാട് ആളുകളുണ്ട്. ഉള്ളിൽ കയറാൻ വലിയ ആഗ്രഹമുണ്ട്. കാരണം